നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇസ്രായേലും ലബനനും ഹിസ്ബുള്ളയും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇന്ന് വെടിനിർത്തൽ ചർച്ച അതിൻ്റെ പുരോഗതി ഇസ്രായേൽ യുദ്ധകാര്യ ക്യാബിനറ്റ് ചർച്ച ചെയ്ത് അവർ അംഗീകരിച്ചാൽ ഇന്ന് വെടിനിർത്തൽ പ്രായോഗികമായി വരുവാൻ സാധ്യതയുണ്ടെങ്കിലും സമാന്തരമായി യുദ്ധവും നടക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഞായറാഴ്ച 24 മണിക്കൂറിനുള്ളിൽ 54 ആക്രമണങ്ങളാണ് ഇസ്രായേലിന് നേരെ നടത്തിയത്. 350 പരം മിസൈലുകൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ കീഴിലുള്ള ഏറ്റവും അത്യന്താധുനികമായ ഫാത്തി പോലുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് 54 ആക്രമണങ്ങളാണ് 24 മണിക്കൂറിനുള്ളിൽ നടത്തിയത്. നേരത്തെ ഹിസ്ബുള്ളയുടെ ഒരു പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഇസ്രായേൽ ലബനാന്റെ തലസ്ഥാനമായ ബെയ്റൂത്ത് ആക്രമിച്ചപ്പോൾ ഹിസ്ബുള്ള പറഞ്ഞത്, ഇസ്രായേൽ ബെയ്റൂത്ത് ലക്ഷ്യമാക്കുകയാണെങ്കിൽ തങ്ങൾ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെല്ലവീവും ലക്ഷ്യമാക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഈ ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായത് എന്ന രീതിയിൽ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇസ്രായേലും ലബനനും ചർച്ചകൾ നടക്കുന്നതോടൊപ്പം തന്നെ ഒരു സൈഡിൽ യുദ്ധത്തിൻ്റെ ഒരു തീവ്രതയും നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മറ്റൊന്ന്, അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഇറാൻ്റെ മന്ത്രി പറയുന്നത് അടുത്ത 25 വർഷങ്ങൾക്കുള്ളിൽ സയനിസം ഇസ്രായേലിൽ നിന്ന് തുടച്ചു നീക്കും എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ബെൻ കിമി എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷ സ്വഭാവം പ്രകടിപ്പിക്കുന്ന സയനിസ്റ്റ് മന്ത്രി, അദ്ദേഹം ഇത്തരം വെടിനിർത്തൽ ചർച്ചകളെ അംഗീകരിക്കുന്നില്ല. കാരണം ലബനൻ കൂടി പിടിച്ചെടുത്ത ഒരു സമ്പൂർണ്ണ സയനിസ്റ്റ് രാജ്യം സാധ്യമാക്കാത്തിടത്തോളം കാലം ഇസ്രായേൽ യുദ്ധം വിജയിച്ചു എന്ന് പറയുവാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തൽക്കാലം ഇസ്രായേൽ യുദ്ധം തുടരണമെന്നാണ്. പക്ഷേ ഇസ്രായേൽ ഒരു യുദ്ധവിരാമത്തിന് നിർബന്ധിതമാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന വലിയ ഒരു തിരിച്ചടിയുണ്ട്. കാരണം ഏകപക്ഷീയമായ ഒരു യുദ്ധമല്ല ഹിസ്ബുള്ളയുമായിട്ട് നടക്കുന്നത്. 2006 ഒക്കെ സംഭവിച്ചതുപോലെ തന്നെ ലബനിലോട്ട് കടന്നു കയറുവാൻ ഇസ്രായേൽ സൈന്യം ശ്രമിച്ചുവെങ്കിലും ശക്തമായ തിരിച്ചടികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. മിക്കപ്പോഴും ഇസ്രായേലിന് ഒരു കടന്നുകയറ്റം ലബനിലെ ഗ്രാമങ്ങളിലോട്ടോ പട്ടണങ്ങളിലോട്ടോ നടത്തുവാൻ കഴിയിട്ടില്ല. ശക്തമായ കരയാക്രമണത്തെ തുടർന്ന് സൈന്യത്തിന് തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നതാണ് റിപ്പോർട്ട്. പ്രത്യേകിച്ചും ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് മിസൈൽ ആക്രമണങ്ങൾ കൂടി ഉണ്ടാകുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഏകപക്ഷീയമായിരുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ ശക്തമായി തന്നെ ഇസ്രായേലിലേക്ക് വന്നു പതിച്ചിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് നിർബന്ധത്തിന് വഴങ്ങി ഒരു വെടിനിർത്തൽ ചർച്ചകളിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. തൽക്കാലം ഈ വാർത്തയുമായി വിടവാങ്ങുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ പെടുത്തുക. ദയവായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.